താനൊരു സിംഹത്തിന്റെ മുമ്പിൽ പെടാൻ പോവുക. വാര്യരുടെ. അതേടോ, തനിക്കിന്ന് വാര്യരെ കാണാം, ബിസിനസ് സംസാരിക്കാം. അപ്പോയിന്റ്മെന്റ് റെഡിയാ. പക്ഷെ എങ്ങനെയാ സർ? കേരള പോലീസിന് നല്ലൊരു ഇന്റലിജൻസ് വിങ് ഉണ്ട്. ചില സമയത്ത് ഓഫീസർമാർ സ്വന്തം കാര്യത്തിന് അത് ഉപയോഗിക്കാറുമുണ്ട്. അത് പഠിക്കാറുമില്ല. ബാംഗ്ലൂരിൽ പഠിക്കുന്ന വാര്യയുടെ മകൻ മനുവിന് കോട്ടയത്തുള്ളൊരു കൂട്ടുകാരനുണ്ട്, റജി മാത്യൂസ്. തട്ടാമല CI വർഗീസിന്റെ അനന്തരവന. ആ വഴിക്കൊന്ന് പിടിച്ചു കയറി. സംഗതി ക്ലിക്ഡ്. വർഗീസ് റജിയോട് പറയുന്നു, റജി മനുവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, മനു വാര്യരെ പ്രഷർ ചെയ്യുന്നു. ദാറ്റ്സ് ദ റൂട്ട്. താങ്ക് യു സർ. പക്ഷേ സംസാരിക്കാൻ ഒരു അവസരം മാത്രമാണ്. ബാക്കിയെല്ലാം തന്റെ മിടുക്ക്. ഇനി വാര്യരെ വാരിക്കുഴിയിൽ വീഴ്ത്തുന്ന കാര്യം ഞാനിത്. പക്ഷേ സൂക്ഷിക്കണം. താൻ പ്രിപ്പയർ ആയിരിക്കണം സംസാരിക്കാൻ ചെല്ലുന്നതിന് മുമ്പ്. ബിസിനസ്സിൽ കണിശക്കാരനാണ് അയാൾ. സ്വന്തം നേട്ടമായിരിക്കും അയാൾക്ക് പ്രധാനം. അയാളുടെ ഡിമാൻഡിന് തന്റെ മറുപടി നിർണായകമാണ്. സാധാരണഗതിയിൽ അത്യപൂർവമായ കഴിവുള്ള ഒരു അഡ്വൈസർക്ക് ഓഫർ ചെയ്യുന്നത് 5% ആണ്. ഒരുപക്ഷെ വാര്യർ സാറിനെ പോലെയുള്ള ഒരാൾ അതിന്റെ ഇരട്ടിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് അതിനേക്കാൾ ഇരട്ടിയാണ്. 20%. 20% എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താ? ഒരു ബിഗ് 0. ദൈവത്തിനേക്കാൾ മുകളിലാണിപ്പോൾ വാര്യർ സാർ. കാണിക്ക എത്രയായാലും അത് അധികം ആവില്ല. വാര്യർ സാറിന് നമുക്ക് വേണം, എന്ത് വില കൊടുത്തും. മറ്റുള്ളവരെ വിലപേശാനുള്ള മാർഗം നമുക്ക് തെളിച്ചു തരാൻ ഇനി ആ തലച്ചോറിനെ കഴിയൂ. ഞാനിപ്പോ തന്നെ അദ്ദേഹത്തെ കാണാൻ പോവാം.